മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷയും ഇരട്ട ജീവപര്യന്തവും. 2 കൊലപാതക കേസുകളിൽ ജീവപര്യന്തവും ഒരു കേസിൽ വധശിക്ഷയുമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം പെനാൽറ്റി ആയിട്ടുള്ള ഡെത്ത് പെനാൽറ്റി ഒരു മർഡർ കേസിൽ, അതായത് 33 വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് അത് ഏറ്റവും ദാരുണമായിട്ടാണ്. 35 വൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കൊലപ്പെടുത്തിയതിനാണ് ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ബാക്കി അച്ഛൻ്റെയും അമ്മയുടെയും കൊലപ്പെടുത്തിയതിനുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ്. ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് വിധിയുടെ പകർപ്പ് കിട്ടിയിട്ടില്ല. ടിൽ ദ റിമൈനിങ് പാർട്ട് ഓഫ് ലൈഫ് ആണോ എന്നുള്ളത് കോടതി വിധി നമുക്ക് ഏതാണ്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജിജീഷ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം 15 പേർക്കായിരുന്നു കൊലക്കയർ. ഇപ്പോഴിതാ മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷയും ഇരട്ട ജീവപര്യന്തവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിന് അടിസ്ഥാനമായിട്ടുള്ള ആധാരമായിട്ടുള്ള സംഭവം എന്താണ് ജിജീഷ്? നമ്പർ 2018 ഫെബ്രുവരി 11 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ബാബു അന്ന് കൊലപ്പെടുത്തിയത് സഹോദരനായ ശിവന്റെ ഭാര്യ വത്സലയെയും ഒപ്പം തന്നെ മകൾ സ്മിതയെയുമായിരുന്നു ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇവർ സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു. ബാബുവിന് ഇവരുമായെല്ലാം തന്നെ സഹോദരങ്ങളുമായെല്ലാം തർക്കമുണ്ടായിരുന്നു. ഒരു 3 സെന്റിനെ ചൊല്ലി ഉണ്ടായിരുന്ന തർക്കം അത് പ്രത്യേകമായി തന്നെ കോടതി വിധിന്യായത്തിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. 3 സെന്റ് സ്ഥലത്തിലും അതിനുള്ളിലുള്ള ഒരു ഏതാനും മരങ്ങൾക്കും വേണ്ടി ഇത്തരത്തിൽ ആണ് ഈ ഒരു കൊലപാതകം, ബന്ധങ്ങൾ പോലും നോക്കാതെയുള്ള കൊലപാതകം ബാബു നടത്തിയത് എന്ന കാര്യം കോടതി പ്രത്യേകമായി തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ശത്രുത വെച്ച് കൊലത്തിയിരുന്നു ബാബു ഈ ആളുകളോട്. തുടർന്നാണ് സഹോദരനായ ശിവന്റെയും ഒപ്പം തന്നെ ഭാര്യ വത്സല, മകൾ സ്മിത എന്നിവരെ വാക്കത്തി കൊണ്ട് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് ഏറ്റവും ക്രൂരമായ ആക്രമണം നേരിട്ടത് സ്മിതയായിരുന്നു. 35 വെട്ടുകളായിരുന്നു സ്മിതയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഈ സ്മിതയുടെ കൊലപാതക കേസിലാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്മിതയുടെ അച്ഛൻ ശിവനെയും ഒപ്പം തന്നെ അമ്മ വത്സലയെയും കൊലപ്പെടുത്തിയ കേസുകളിൽ ബാബുവിന് ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരട്ട ജീവപര്യന്തവും ഒപ്പം തന്നെ വധശിക്ഷയുമുണ്ട്. ഇതിനെല്ലാം പുറമെ 32 വർഷത്തെ തടവ് ശിക്ഷ അത് ഇതിനോടൊപ്പം തന്നെ അനുഭവിക്കുകയും വേണം. ജീവപര്യന്തം തടവിന് പുറമെ അനുഭവിക്കുകയും വേണം. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. സ്മിതയുടെ മകനെയും പ്രതി ആക്രമിച്ചിരുന്നു, കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നും അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും 3 കേസുകളിലും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള ഒരു ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ 2 കേസുകളെ മാറ്റി നിർത്തിക്കൊണ്ട് 2 കേസുകളിൽ ഇരട്ട ജീവപര്യന്തം നൽകിക്കൊണ്ട് ഒരു കേസിൽ 35 വെട്ടുകളേറ്റ് സഹോദരന്റെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ സ്മിതയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വധശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ആണ് എന്ന ആ കേസ് സ്മിതയുടെ കേസിലെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വധശിക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിച്ചിരിക്കുന്നുവെന്നും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദങ്ങൾ നടന്നിരുന്നു, വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അന്ന് ജയിലിലെ ബാബുവിന്റെ നല്ല നടപ്പ് കൂടി പരിഗണിച്ച ശേഷം വേണം ശിക്ഷ വിധിക്കാൻ എന്ന കാര്യം അവിടെ പ്രതിഭാഗം ഉന്നയിച്ചു. തുടർന്നാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് അടക്കം തേടിയതിനു ശേഷം വിധി പറയുന്നതിനായി കേസ് ഇന്നത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നത്. അതിലാണ് ഏറ്റവും നിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ കൂട്ടക്കൊലപാതകത്തിൽ അന്തിമമായ വിധി വന്നിരിക്കുന്നു. ഈ കേസിൽ 2 കേസിൽ ഇരട്ട ജീവപര്യന്തം ഒപ്പം തന്നെ ഒന്നിൽ വധശിക്ഷയും ബാബുവിന് ലഭിച്ചിരിക്കുന്നു. അതിക്രൂരമായാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നന്ദി ജിജീഷ്. മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷയും ഇരട്ട ജീവപര്യന്തവും. 2 കൊലപാതക കേസുകളിൽ ജീവപര്യന്തവും ഒരു കേസിൽ വധശിക്ഷയുമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.